ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. നമ്മളെ കൂടെയുള്ള ഗസ്റ്റ് മാരുതി സുസുക്കി റിറ്റ്സ് 2016 മോഡലാണ് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ബെയറിംഗ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഹോൺ നമുക്ക് വിൻടോൺ ഹോൺ ആയിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു DRL ലൈറ്റും കൂടെ നമ്മൾ ഹെഡ് ലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു DRL ലൈറ്റ് എങ്ങനെ നമുക്ക് ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിൻ്റെ വയറിങ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ വണ്ടികളുമായിട്ടുള്ള റിവ്യൂസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ വീഡിയോസ്, മെക്കാനിക്കൽ വീഡിയോസ്, ഇങ്ങനത്തതൊക്കെ നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പം ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, 2 LED സ്ട്രിപ്പുകൾ മാത്രമാണ് ഇതിൽ വരിക. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് നമുക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ്. നോർമൽ ആക്സസറീസ് ഷോപ്പിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ 2 LED സ്ട്രിപ്പുകളാണ് വരുന്നത്. അപ്പം 2 സൈഡിലോട്ടും കറക്റ്റ് പൊസിഷൻ ചെയ്ത് തന്നെ വെക്കണം, എന്നാലേ നമുക്ക് അത് കറക്റ്റ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഹെഡ് ലൈറ്റിലോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതിൽ വരുന്ന വയറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം റെഡ് വയർ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് വയർ വരുന്നുണ്ട്, ഒരു യെല്ലോ വയർ വരുന്നുണ്ട്. സിമ്പിൾ ആണ് ഇതിന്റെ വയറിംഗ് ഒക്കെ. റെഡ് വയർ നമുക്ക് ഒരു പോസിറ്റീവ് ലൈനാണ്, യെല്ലോയും പോസിറ്റീവ് ലൈനാണ്. അത് നമ്മൾ ഇൻഡിക്കേറ്ററിലോട്ട് കൊടുക്കുന്ന ഒരു കണക്ഷനാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് നമുക്ക് കോമൺ ആയിട്ട് ഒരു എർത്ത് ആണ് വരുന്നത്. അത് നമുക്ക് എർത്ത് കിട്ടുന്ന എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഞാനിപ്പം ഇത് പാർക്കിലോട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പാർക്ക് ലൈറ്റിലോട്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു എർത്തും അതേപോലെ തന്നെ പ്ലസും റെഡ് വയറും ഞാൻ കൊടുക്കുന്നത്. യെല്ലോ നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ ലൈനിലോട്ടും കൊടുക്കും. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ പമ്പർ ഒന്ന് റിമൂവ് ചെയ്യണം, എന്നാൽ നമുക്ക് അത് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം പമ്പർ റിമൂവ് ചെയ്യാതെ ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പമ്പർ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇതിന്റെ 2 ഹോണും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളത്. ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു വണ്ടീന്റെ പമ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ലൈറ്റിന്റെ സൈഡ് കറക്റ്റ് നോക്കണം കേട്ടോ, ഒട്ടിക്കുന്നതിന് മുമ്പ്. അപ്പം ഇതിന് 2 സൈഡ് വരുന്നുണ്ട്. അതിൽ ഒരു സൈഡിലെ നമുക്ക് കറക്റ്റ് വെളിച്ചം പുറത്തോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ആ ഒരു സൈഡ് നിങ്ങൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് ബാറ്ററിയിൽ വെച്ച് നോക്കിയിട്ട് കത്തിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇതിൽ ഒട്ടിക്കുക. അപ്പം സൈഡ് ഏതാന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാൻ വെച്ച പോലെ ഇതിന്റെ ആ ഒരു ഹെഡ് ലൈറ്റിന്റെ സൈഡിലായിട്ട് ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം ഞാൻ ഇതിന്റെ ആ ഒരു വയറിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഞാൻ ഇതിന്റെ ആ ഒരു ബമ്പർ ഊരിയോണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു പാർക്ക് ലൈറ്റ് ഒക്കെ ഊരിയെടുക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ, ഇതിന്റെ താഴത്ത് കൂടെ ഊരിയെടുക്കാൻ. അപ്പം ആ ഒരു ബൾബ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാർക്കിലോട്ടാണ് നമ്മൾ റെഡ് ലൈനും അതേപോലെ അതിലുള്ള ആ ഒരു ബ്ലാക്ക് എർത്ത് ലൈനും കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ ആ ഒരു ഗ്രീൻ ലൈനും അതേപോലെ ബ്ലാക്ക് വയറുമാണ് നമ്മൾ ആ ഒരു പാർക്കിന്റെ ആ ഒരു ലാമ്പിലോട്ട് വരുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ ഞാനൊരു നോർമൽ വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വയർ എടുത്തിട്ട് നേരെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ 2 വയർ വരുന്ന ഒരു സെറ്റ് വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ എന്തായാലും ഇതിലോട്ട് കണക്ഷൻ ചെയ്തിട്ട് മുകളിലോട്ട് എടുത്തിട്ട് മുകളിൽ നിന്ന് ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ലൈനും കൂടെ എടുക്കാം. അത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ ആ ഒരു പാർക്ക് ലാമ്പിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വയർ ഞാൻ മുകളിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു LED സ്ട്രിപ്പ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പിന്റെ ആ ഒരു വയറിലുള്ള പോസിറ്റീവ് ലൈൻ നമ്മളൊരു ബ്ലൂ വയർ എടുത്തിട്ട് നമ്മൾ ആ ഒരു DRLന്റെ യെല്ലോ ലൈനിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തുനിന്ന് വന്ന ആ ഒരു 2 ലൈനാണ് നമ്മൾ ഇവിടെ റെഡിലോട്ടും അതേപോലെ ബ്ലാക്കിലോട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എർത്ത് നമുക്ക് എവിടെ നിന്ന് കൊടുക്കാം, പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു പാർക്ക് ലാമ്പിന്റെ ആ ഒരു വയർ തന്നെയാണ് കേട്ടോ. ആ ഒരു താഴത്തുനിന്ന് വന്ന ലൈനാണിത്. ഒരു ബ്ലാക്ക് വയറും അതേപോലെ ഒരു വൈറ്റ് വയറും. വൈറ്റ് ഞാൻ അവിടെ ആ ഒരു പ്ലസ് എന്നാണ് എടുത്തത്. അത് നേരെ ഇങ്ങോട്ട് റെഡിലോട്ട് കൊടുത്തിട്ടുണ്ട് DRLന്റെ. അതേപോലെ ഇൻഡിക്കേറ്ററിന് ആ ഒരു ബ്ലൂ വയർ ഞാൻ അതിന്റെ പ്ലസ് നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു യെല്ലോ ലൈനിലോട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു എർത്ത് ലൈനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇവിടെ നല്ല വെളിച്ചുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്ന അറിയില്ല. നമുക്ക് ഇതേപോലെ ഒരു വെൽക്കം ലൈറ്റ് പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പെർമനന്റ് ആയിട്ട് കത്തിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക പാർക്ക് ലാമ്പ് ഇടുന്ന സമയത്ത്. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ ഇത് എത്രത്തോളം ക്ലിയർ ആവുന്ന അറിയില്ല വീഡിയോയിൽ, കാരണം ഇവിടെ നല്ല വെളിച്ചുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ബാക്കി എടുക്കും. അങ്ങനെ ടോട്ടൽ 2 സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ആ ഒരു ബമ്പറും അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഫോണൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഗൈസ്, അപ്പം ഇതിന്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തത് രാവിലെ ആയിരുന്നു. ഇപ്പം ഈവനിങ് ആണ് കേട്ടോ ഈ ഒരു സമയം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും ഈ ഒരു ലൈറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ബമ്പറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം ഇത് ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു വെൽക്കം ലൈറ്റ് ആണ് വരുന്നത്. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, കണ്ടില്ലേ? അപ്പം ഇതേ ഒരു രീതിയിലാണ് ഇത് ഓൺ ആയി വരിക. അതിനുശേഷം ഈ ഒരു ലൈറ്റ് പെർമനന്റ് ആയിട്ട് കത്തിക്കൊണ്ട് നിൽക്കും. നമ്മൾ ആദ്യം തന്നെ ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു സ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ആ ഒരു വെൽക്കം ലൈറ്റ് വരും. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പം ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ. പുറത്തുനിന്ന് ദൂരത്തു നിന്നൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്
കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സൈഡിലുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് കാണാം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.